Hello, Assalamualaikum. Welcome back to my channel. It's me, Shanuz. ചാലിയാറിന്റെ തീരത്ത് വെച്ച് ഒരു ഔട്ട്ഡോർ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. നല്ല കിടിലൻ സ്റ്റീം പ്രോൺ മസാല ആയിട്ട് ഇത് കഴിക്കാൻ വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്നും നമ്മൾ വീടിന്റെ അകത്തളത്തിൽ മാത്രമായ പോരല്ലോ, ഇടയ്ക്കൊക്കെ ഇതുപോലെ പ്രകൃതിക്ക് ആസ്വദിച്ചിട്ട് കുക്കൊക്കെ ചെയ്ത് നോക്ക്, വേറെ ലെവലാട്ടോ. ഫാമിലി ആയിട്ട് ഇടക്കൊക്കെ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് പുയർത്ത് പോയിട്ട് ഇരിക്കാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യം പോയപ്പോ അവിടെ ചെന്നിട്ട് നമുക്കൊരു കുക്കിംഗ് വീഡിയോ കൂടെ ചെയ്താലോ എന്ന് വിചാരിച്ചു. ചെന്ന് ഞാൻ അടുപ്പൊന്നും കൂട്ടിയിട്ടില്ല, ഇതുപോലൊരു അടുപ്പ് കൊണ്ടുപോവാണ് ചെയ്തത്. കാറ്റിന്റെ പ്രശ്നം ഉണ്ടാവും, വൈകുന്നേരമാണല്ലോ സമയം. ഇതൊരു 1/2 കിലോ ചെമ്മീനുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നു. ഇവനെ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് മസാല പൊടി കൊണ്ട് നമുക്ക് ഇവനൊന്ന് മേക്കപ്പ് ചെയ്തിട്ട് എടുക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇങ്ങോട്ട് തേച്ചിങ്ങോട്ട് പിടിപ്പിക്കാട്ടോ. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇവനെ അങ്ങോട്ട് ഇട്ടെടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാട്ടോ. ഞാൻ ഉപ്പ് ഇതിൽ കുറച്ചത് എന്തുകൊണ്ടാണ്, നമ്മൾ മസാല ഇതിലേക്ക് തയ്യാറാക്കുമ്പോൾ ഉപ്പ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണേ. ഇനി ഇതിലേക്ക് നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവരെയൊക്കെ നമുക്ക് ശരിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. നിൽക്കട അവിടെ, എവിടേക്ക് അവൻ പോകുന്നേ, എന്റെ കയ്യിൽ നിന്നൊരു രക്ഷയും. സവാള ഗിരി നമുക്ക് ഇവരൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതെ, നമ്മൾ നേരത്തെ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ ആരെങ്കിലും മറന്നുപോയോ? ഇല്ലല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോട്ടോ. ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി ഫ്രൈ ആക്കാനുള്ളതും കൂടെ ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. നമ്മൾ നേരത്തെ സവാള ചേട്ടനെ മാത്രമായിട്ട് അരിഞ്ഞിട്ടുള്ളത്. ഇന്ന് നമ്മൾ തക്കാളി ചേട്ടത്തിനും കൂടെ അരിയാനുണ്ട്. നമുക്ക് അതും കൂടെ അങ്ങോട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇഞ്ചിയുടെ കഷ്ണം ഇത്ര വലുപ്പത്തിലല്ല കേട്ടോ, ഞാൻ ചതച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ. ഞാനതൊക്കെ ഒന്ന് ചതച്ചിട്ട് എടുക്കുകയാണേ. ചെമ്മീനെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു മൺചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫ്രൈ ചെയ്തത് വെളിച്ചെണ്ണയിലായതുകൊണ്ട് തന്നെ അത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ചേർത്തെടുക്കാം. സവാളൊക്കെ ഏകദേശം നമുക്ക് വഴന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും ഏകദേശം ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് തക്കാളി കൂടെ ചേർത്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ, നമ്മൾ അടച്ചു വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഷെടാ, ഇതിലേക്ക് മസാലപ്പൊടി ചേർത്തെടുത്ത് വീഡിയോ എടുത്തത് റെക്കോർഡ് ആയില്ല ഗായ്സ്. അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കാട്ടോ. സ്ക്രീനിൽ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ ആണ് ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ വഴന്ന് നമുക്ക് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മസാല തയ്യാറായത് നമ്മുടെ വാഴയുടെ ഇലയുടെ സെന്ററിലാക്കിയിട്ട് വെച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചെമ്മീനും കൂടെ അതിലേക്ക് ഇട്ടെടുക്കാം. ഇതിന്റെ മേലേക്ക് ഞാൻ ഇത്തിരി കൂടെ നമ്മുടെ മസാലയും കൂടെ ഇട്ടെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പതിയെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം നമ്മുടെ വാഴയുടെ ഇല. നമ്മൾ ഫോൾഡ് ചെയ്തത് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കെട്ടിക്കൊടുക്കണം കേട്ടോ. ഇതുപോലൊരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാട്ടോ നമ്മുടെ മസാല ഞാൻ സ്റ്റീം ചെയ്യുന്നത്. ഒരു 10-15 മിനിറ്റിന് ശേഷം ഞാൻ ഇഡ്ഡലി പാത്രം അങ്ങോട്ട് തുറന്ന് നോക്കി. മോനെ, വേറെ ലെവൽ സ്മെല്ലായിരുന്നു കേട്ടോ. ചൂടൊക്കെ തണി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി ഇവന്റെ കെട്ടൊക്കെ ഒന്ന് അഴിച്ച് ഞാൻ നോക്കുകയാണേ. എന്റെ പൊന്നോ, മൂക്കിലെ കട്ടിച്ച് തുളച്ച് കേറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ സ്മെല്ല്. ഞാൻ ഇത് കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാട്ടോ, അല്ലാണ്ട് എനിക്ക് രക്ഷയല്ല. ഓ എന്റെ പൊന്നോ, ഇതിന്റെ മസാലയും ചെമ്മീനും ഒക്കെ കൂടെ അങ്ങോട്ട് എടുക്കുക. ഞാൻ വായിലേക്ക് വെച്ചെടുക്കുകയാണേ. എന്റെ പൊന്നോ, ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആണേ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി ഇവിടെ അധികം നിന്നാൽ നമുക്ക് പണി കിട്ടും. അക്കരെ നിന്ന് ആനയൊക്കെ ഇറങ്ങുന്ന സമയമാണ്. തീരെ വെട്ടം കണ്ടിട്ടാണ്ടോ വല്ലാണ്ടൊന്നും ഇറങ്ങുന്നില്ല. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം ഷാനു.